ഞാൻ 24 കൊല്ലമായി ബിസിനസ് ചെയ്യുന്നത്, നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു സാർ, അറിയാമല്ലോ. ഞാൻ എല്ലാം ഉണ്ടാക്കിയത് ഇതിലാണ്. എനിക്ക് ഏക മകനാണ്. ഞാൻ അവനെ ഓസ്ട്രേലിയയിൽ വിട്ട് MBA പഠിപ്പിച്ചു. MBA പഠിപ്പിച്ച് തിരിച്ചു വന്നിട്ട് അവൻ എന്നോട് പറയണേ, ഞാനിത് ഏറ്റെടുക്കില്ല, അപ്പം നടത്തിക്കോ, ഞാൻ പുറത്ത് ജോലിക്ക് പോവാണെന്ന് പറയാണ്. ഇവൻ എന്നോട് ഈ കാണിക്കുന്ന ചതിയല്ലേ സാർ, ഇതവൻ ചെയ്യാമോ എന്ന് ഇദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ചിരിച്ചോട് ചോദിച്ചു, അവർ വിവരമുള്ള മോനാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ അഭിനന്ദിക്കണം. എന്താ കാരണം എന്നറിയാമോ? കഴിഞ്ഞ 24 കൊല്ലം ഇയാൾ അനുഭവിക്കുന്ന ദുരിതം അവൻ കണ്ടു. സ്വന്തം ഭാര്യയുടെ കൂടെ വർത്താനം പറയാൻ സമയമില്ല ഇയാൾക്ക്. ഭാര്യയുടെ കൂടെ ഒരു ടൂർ പോകാൻ പറ്റില്ല. 12 കോൾ വരും 1 മണിക്കൂറിൻ്റെ ഇടയ്ക്ക്. അവനറിയാം എൻ്റെ അപ്പൻ സമാധാനമേ കണ്ടിട്ടില്ല, ഈ കുരിശ് ഇയാൾ ഇനി എൻ്റെ തലയിൽ വെച്ച് എൻ്റെ ജീവിതം തുലയ്ക്കണ്ട, പകരം ഞാൻ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒന്ന് സുഖിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു. അത് തെറ്റില്ല സാറേ, അവൻ മിടുക്കനാ, അതുകൊണ്ട് അവനെ അഭിനന്ദിക്കൂ. എന്നാൽ മിഥുൻ ചിറ്റിലപ്പള്ളിക്ക് ചിറ്റിലപ്പള്ളി ഏൽപ്പിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞോ? അരുൺ ചിറ്റിലപ്പള്ളിയെ വണ്ടർല ഏൽപ്പിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്താ കാരണം എന്നറിയാമോ? ഏൽപ്പിക്കുന്നത് പ്ലഗ് ആൻഡ് പ്ലേ മോഡലാണ്.